കാപ്പ ചുമത്തി ജില്ലാ ഭരണകൂടം കരുതൽ തടങ്കലിലാക്കിയ BJP കൗൺസിലർ സുഗതനെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ്. വട്ടിയൂർക്കാവിലെ വധശ്രമ കേസിൽ സുഗതനെ വിശദമായി ചോദ്യം ചെയ്യാനും തെളിവെടുപ്പ് നടത്താനുമാണ് തീരുമാനം. ഈ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടും സുഗതൻ 1.5 മാസമായി ഒളിവിലായിരുന്നു എന്നാണ് പോലീസിന്റെ റിപ്പോർട്ട്. അതേസമയം സുഗതനെ കൗൺസിലർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. TV പ്രസാദ് ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ. TV പ്രസാദ്, ഒരു കേസിൽ പിടികൂടാൻ വന്ന് മറ്റൊരു കേസും കൂടി ആയ ശേഷമാണ് പോയത്. അന്ന് വലിയ നാടകീയ രംഗങ്ങളൊക്കെ അന്ന് രാത്രി കാണുകയും ചെയ്തതാണ്. എന്തായാലും ഈ കേസിൽ ഇപ്പോൾ ഈ കസ്റ്റഡിയിൽ വാങ്ങാൻ പോകുന്നത് വട്ടിയൂർക്കാവിലെ വധശ്രമ കേസിലാണ്. അതിൽ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്, തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അപ്പോൾ അന്വേഷണ സംഘത്തിന്റെ നീക്കം എന്താണ്? ഒപ്പം BJP ഇതിൽ വലിയ പ്രതിരോധത്തിലായിട്ടുണ്ടല്ലോ. ശ്രുതി, റിജിത്ത് പറഞ്ഞതുപോലെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നമുക്കറിയാവുന്നതുപോലെ BJPയുടെ അംഗങ്ങളും അതുപോലെ തന്നെ പ്രതിപക്ഷത്തിന്റെ അംഗങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമില്ല. ഇനിയിപ്പോൾ സുഗതനെങ്ങാനും അയോഗ്യനാവുകയാണെങ്കിൽ അത് ഗുരുതര പ്രതിസന്ധിയിലേക്ക് പോകാനുള്ളൊരു സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അന്വേഷണത്തിന്റെ ഭാഗം പരിശോധിച്ചാൽ നിലവിൽ കാപ്പ ചുമത്തപ്പെട്ട് വിയ്യൂർ സെൻട്രൽ ജയിലിലേക്കാണ് സുഗതനെ മാറ്റിയിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ നേരത്തെ തന്നെ നിരവധി 10-ലേറെ കേസുകൾ ഉണ്ടായിരുന്നു എന്ന വിവരം നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്താണ്. അതിൽ 4 വധശ്രമ കേസുകളാണ് ഉള്ളത്. അതിലൊന്ന് ഇതാണ്. ഈ 2 മാസം മുമ്പായിരുന്നു ഈ സംഭവം. ക്ഷേത്രോത്സവത്തിനിടെ ഉണ്ടായ ഒരാക്രമമായിരുന്നു. ആ ആക്രമത്തിലായിരുന്നു ഒരാൾക്ക് 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് സുഗതൻ 1-ാം പ്രതിയാകുന്നതും വീട്ടിലേക്ക് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നതും. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ ഉണ്ടായ കോലാഹലങ്ങൾ നമ്മളെല്ലാവരും കണ്ടതാണ്. ആ സംഭവത്തിൽ ഒരു കേസ് കൂടി സുഗതനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകുകയാണ്. സുഗതന്റെ കൂടെ ഉണ്ടായിരുന്ന അന്ന് സുഗതന്റെ സഹോദരൻ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കവും പോലീസ് ശക്തമാക്കിയിട്ടുണ്ട്. കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ തെളിവെടുപ്പ് നടത്താനും ഒക്കെയുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യും. ഒരു ഭാഗത്ത് BJP അഭിമുഖീകരിക്കുന്നത് ഈ ഗുരുതരമായ ഒരു പ്രതിസന്ധിയാണ്. കാരണം സുഗതന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധം ശക്തമാക്കുകയാണ് LDFും UDFും. അതുകൊണ്ട് തന്നെ BJP ചെറിയ പ്രതിരോധത്തിലാണ് ആ വിഷയത്തിൽ എന്നുള്ളതാണ്. ഒന്നാമത് അംഗബലം കുറവുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രതിസന്ധിയുടെ ആക്കം കൂടുകയും ചെയ്യുന്നു. എന്തായാലും പോലീസ് അവരുടെ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ശ്രുതി, ശരി, വ്യക്തമാണ്. TV പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്.